ത്രിയേക ദൈവത്തിന് സ്തുതി. പച്ച വിരിച്ചു നിൽക്കുന്ന പ്രകൃതിയുടെ നന്മയും ഒത്തിരി പ്രകൃതി വിഭവങ്ങളുടെ സമൃദ്ധിയോട് തലയുയർത്തി നിൽക്കുന്ന ഒരു നാട്, അതാണ് ഭിലായ് എന്ന സുന്ദര നാട്. സ്വാതന്ത്ര്യത്തിന് ശേഷം മധ്യ ഇന്ത്യയുടെ ഒരു ശ്രദ്ധാകേന്ദ്രമായിരുന്നു ഭിലായ്. അതിന് കാരണവും നമ്മുടെ കഥാനായകൻ ഭിലായ് സ്റ്റീൽ പ്ലാന്റാണ്. ലോകത്തിന്റെ ഏത് കോണിലും എത്തിച്ചേരുവാനും ജീവിതം കെട്ടിപ്പടുക്കുവാനും കഴിവുള്ള നമ്മുടെ പ്രിയപ്പെട്ട മലയാളിക്ക് 1970-കളിൽ ഒരു സ്വർഗമായിരുന്നു ഭിലായ് സ്റ്റീൽ പ്ലാന്റ്. അനേകം ആളുകൾ ഈ നാട്ടിലേക്ക് ചേർന്നു. അതിൽ സുറിയാനി സഭയുടെ മക്കളും ഉൾപ്പെട്ടിരുന്നു. സ്വന്തം നാടും വീടും വീട്ടുകാരും ദൂരത്തായിരുന്നപ്പോഴും തങ്ങളുടെ വിശ്വാസത്തിൽ ഒന്നിച്ച ഒരു കൂട്ടം സുറിയാനി മക്കൾ ഭിലായിൽ വളർന്നു തുടങ്ങി. അവർ വിശ്വസിച്ച് ആരാധിച്ച സത്യദൈവത്തെ മുറുകി പിടിച്ച് ജീവിതം മുന്നോട്ട് നീക്കി. ബാഹ്യ കേരളത്തിലും മലങ്കര സഭ വളരുവാൻ തുടങ്ങി. 1974 സഭയിൽ ആഞ്ഞടിച്ച ഭിന്നിപ്പിന്റെയും വിദ്വേഷത്തിന്റെയും പ്രകമ്പനങ്ങൾ ഭിലായിലെ സുറിയാനി വിശ്വാസികളെയും ബാധിച്ചു. അതിൽ ഒട്ടും തളരാതെ ഭിലായ് സ്റ്റീൽ പ്ലാന്റിൽ ഉണ്ടാക്കുന്ന അയൺ റോഡിനേക്കാളും ദൃഢമായ ബന്ധമാണ് എന്ന് അന്ന് നമ്മുടെ പൂർവികർ കാണിച്ചു തന്നു. അന്ത്യോക്യ മലങ്കര ബന്ധം നീണാൽ വാഴ്ത്തി ഒരു കൂട്ടം വിശ്വാസികൾ തെരുവിലാക്കപ്പെട്ടപ്പോൾ ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചു. വളരെ പെട്ടെന്ന് തന്നെ 1974 മാർച്ച് മാസം 30 ഒരു കൂട്ടായ്മ വിളിച്ചു ചേർക്കുകയും ഏകദേശം 50-ൽ പരം സുറിയാനി വിശ്വാസികൾ സെക്ടർ 5-ലുള്ള ശ്രീ ജോസഫ് സ്കറിയയുടെ വീട്ടിൽ ചേരുകയും ചെയ്തു. അതിൽ വെച്ച് ജാക്കോബൈറ്റ് സിറിയൻ ക്രിസ്ത്യൻ കോൺഗ്രിഗേഷൻ രൂപീകരിക്കുകയും ഈ കൂട്ടായ്മയുടെ അധ്യക്ഷനായി നിലകൊണ്ടത് ഭിലായ് സ്റ്റീൽ പ്ലാന്റിന്റെ പ്രൊജക്ട് മാനേജറായിരുന്ന ശ്രീ TV മാത്യു സാറാണ്. ഇതോടൊപ്പം 21 അംഗങ്ങൾ അടങ്ങുന്ന ഒരു അഡ്ഹോക് കമ്മിറ്റിയെയും അന്ന് തെരഞ്ഞെടുക്കുകയുണ്ടായി. ഇവർ നടത്തിയ ത്യാഗോജ്വലമായ സേവനങ്ങൾ നാം ഒരിക്കലും വിസ്മരിക്കരുത്. ഈ സഭയുടെ കരുത്തായ പ്രാർത്ഥനാ യോഗങ്ങളാണ് ആദ്യമായി ഭിലായിൽ ആരംഭിച്ചത്. പലരുടെയും വീടുകളിൽ കൂടി ഒരു മനസ്സോടെ ദൈവത്തോടെ പ്രാർത്ഥിച്ചിരുന്നു. ആ ഇടയ്ക്കാണ് ശ്രീ MV ഉതുപ്പ് കേരളത്തിൽ പോവുകയും അഭിമന്യ ഗീവർഗീസ് മാർ ഗ്രിഗോറിയോസ് പെരുമ്പള്ളി തിരുമേനിയെ കാണുകയും നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും തിരുമേനിയോട് പങ്കുവെക്കുകയും ചെയ്തു. വിശ്വാസ തീഷ്ണതയുള്ള തിരുമേനി അദ്ദേഹത്തിന്റെ സെക്രട്ടറി അച്ഛനായ റവറൻ ഫാദർ RV മാർക്കോസ് അച്ഛനെ ഭിലായിലേക്ക് അയച്ചു. ഈ പള്ളിയുടെ പ്രഥമ വികാരിയായി ചുമതലയേറ്റ് 1974 ഡിസംബർ 1 ആദ്യമായി വിശുദ്ധ കുർബാന ഭിലായ് സ്റ്റീൽ പ്ലാന്റിൽ ക്ലബിൽ നടത്തപ്പെട്ടു. ഈ ചുവടുവെപ്പ് ബാഹ്യ കേരളത്തിലും മലങ്കര സഭയുടെ വളർച്ചയ്ക്ക് ഒരു കാരണമായി തീർന്നു. സ്വന്തമായി ഒരു സ്ഥലമില്ലാതിരുന്ന വിശ്വാസ സമൂഹത്തിന് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിന് ഒരു സ്ഥായിയായ സ്ഥലത്തിന്റെ ആവശ്യകത ഏറി വന്നു. അന്നത്തെ സെന്റ് ജോസഫ് കാത്തലിക് ചർച്ചിന്റെ വികാരി അച്ഛൻ റവറൻ ഫാദർ തോമസ് വടക്കേക്കരയുടെയും മിസ്റ്റർ VK കോശിയുടെയും വഴി കാത്തലിക് സഭയുടെ റായ്പൂർ ഡയസിന്റെ ബിഷപ്പിൻ പക്കൽ നിന്നും സെന്റ് ജോസഫ് കാത്തലിക് ചർച്ചിൽ വിശുദ്ധ കുർബാന നടത്തുന്നതിന് അനുവാദം ലഭിക്കുകയുണ്ടായി. അങ്ങനെ അന്ത്യോക്യൻ വിശ്വാസത്തിൽ അടിയുറച്ചു വിശ്വസിച്ച് നാളുകൾ മുന്നോട്ട് നീക്കി.